ജീവിതം മനോഹരമാക്കാൻ ഒരുപാടൊന്നും വേണ്ട. ഉറച്ച ഒരൊറ്റ ലക്ഷ്യം മാത്രം മതി. ബ്രില്യൻറ്റിലെ അന്നു എന്ന വിദ്യാർത്ഥിനിയുടെ ജീവിതം ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആക്കാവുന്ന കഥയാണ്. ഹലോ, എൻ്റെ പേര് അന്നു ആൻ്റണി. ഞാൻ വരുന്നത് ഉരുളികുന്നം എന്ന ഒരു ഗ്രാമപ്രദേശത്തു നിന്നാണ്. ചെറുപ്പം തൊട്ടുള്ള എൻ്റെ വലിയൊരു ആഗ്രഹം ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ആദ്യപടി സഫലീകരിച്ചതിൻ്റെ സന്തോഷമാണ് എനിക്ക്. അതെ, ഡോക്ടർ ആവണമെന്ന ആഗ്രഹത്തിൻ്റെ ആദ്യ പടി നേടിയ സന്തോഷത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് അന്നു. ഈ ലക്ഷ്യം എന്നേക്കുമായി ഉറപ്പിക്കുന്നതിന് പിന്നിൽ ഒരു വലിയ കഥ കൂടിയുണ്ട്. ഒരു 11 വർഷങ്ങൾക്ക് മുൻപ് അന്നു 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിറകണ്ണീരോടെ മനസ്സിൽ ഉറപ്പിച്ച തീരുമാനമായിരുന്നു ഡോക്ടർ ആവണമെന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ അവരെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത് അവരുടെ പാരൻസ് ആയിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഡോക്ടർ ആവണം എന്ന എൻ്റെ ഒരു ആഗ്രഹത്തിന് പിന്നിലും എൻ്റെ പാരൻസ് തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട ആൾ എൻ്റെ അപ്പനാണ്. അപ്പനിപ്പോൾ ഇല്ല, 11 വർഷമായി മരിച്ചിട്ട്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പപ്പ മരിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലം ഫുള്ള് ഞാൻ കാണുന്ന എൻ്റെ ഓർമ്മയിലുള്ള പപ്പ എന്ന് പറയുന്നത് എപ്പോഴും കിടപ്പിലാണ്. ബ്രെയിൻ ട്യൂമർ ആയിരുന്നു ആൾക്ക്. അപ്പോൾ ഫുൾ പാരലൈസ്ഡ് ആയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയാണ് പപ്പായെ നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ട് എൻ്റെ ഒരു ചെറുപ്പം എന്നൊക്കെ പറയുന്നത് പപ്പായുടെ രോഗമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ പെയിനും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ ആലോചിച്ചു, എനിക്കൊരു ഡോക്ടർ ആവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പപ്പായെ നന്നായിട്ട് നോക്കാൻ പറ്റുമല്ലോ എന്ന്, അങ്ങനെ ഒരു ആഗ്രഹം അപ്പോഴാണ് ഉണ്ടായത്. ഞാൻ എൻ്റെ പപ്പായോട് പറഞ്ഞപ്പോൾ അത് നിനക്കാവും, നിനക്ക് പറ്റും എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നീറ്റ് എക്സാം ക്വാളിഫൈ നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എനിക്കെൻ്റെ അപ്പൻ്റെ ആ ഒരു ആഗ്രഹം സഫലീകരിച്ചു കൊടുത്തതിൻ്റെ ഒരു വലിയ സന്തോഷവും അഭിമാനവും ഒക്കെയാണ്. സ്വന്തം അച്ഛൻ്റെ വേർപാടിന് ശേഷം അന്നുവിനെയും അന്നുവിൻ്റെ ജ്യേഷ്ഠനെയും പൊന്നുപോലെ വളർത്തിയ ഒരു അമ്മയുണ്ട് വീട്ടിൽ. ആ ഗ്രാമത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വസ്ത്രം തുന്നിക്കൊടുത്തുകൊണ്ടാണ് ആ അമ്മ മക്കളെ വളർത്തിയത്. ആഘോഷങ്ങളില്ല, പരാതികളില്ല, പരിഭവങ്ങളില്ല. കുറവുകളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം സ്വന്തം മക്കൾക്ക് ലഭിക്കേണ്ട നല്ല ഭാവിയെ, നല്ല നേട്ടങ്ങളെ ഓർത്ത് മാത്രം കഷ്ടപ്പെടുന്ന ഒരമ്മ. അവിടുന്ന് തയ്ച്ച് കിട്ടുന്ന പൈസ അതുകൊണ്ട് തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയത്. അതനുസരിച്ചുള്ള പഠിപ്പീരായിരുന്നു. വലിയ പൈസ കൊടുത്ത് പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ വിട്ടത്. എല്ലാം നമ്മുടെ വരുമാനത്തിനനുസരിച്ച് അവർ നിൽക്കുമായിരുന്നു. ഒരു കൂടുതൽ എന്നത് വേണമെന്നോ അങ്ങനെയുള്ള കൂടുതൽ വാശിയോ അങ്ങനെയൊന്നുമില്ല. എന്നെയും എൻ്റെ ചേട്ടനെയും വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എൻ്റെ അമ്മ തന്നെയാണ്. തയ്ക്കുന്ന ആ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ പപ്പ ഇല്ലാത്ത ആ ഒരു കാര്യം ഞങ്ങളെ അറിയിക്കാതെ തന്നെയാണ് എൻ്റെ അമ്മ വളർത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അത്രമാത്രം കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മ ഞങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നത്. പഠിക്കുന്നത് മാത്രമല്ല, പ്രസംഗം, മോണാക്ട്, കഥാപ്രസംഗം, ഡ്രാമ, അതിലൊക്കെ പങ്കെടുത്തിരുന്നു. അതിലൊക്കെ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. ഡ്രാമയ്ക്ക് ജില്ലാതലത്തിൽ ബെസ്റ്റ് ആക്ട്രസിനുള്ള ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്രില്യൻറ്റിൽ പഠിക്കാൻ പോകുന്നതിന് വലിയ സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നല്ല സപ്പോർട്ട് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് അപ്പോൾ ഏതാ ലക്ഷ്യമെങ്കിൽ അതെപ്പോഴും പറയായിരുന്നു. ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം പഠിക്കാൻ. മറ്റുള്ളവർ എത്ര പഠിക്കുന്നു അവരുടെ മാർക്ക് ഒരിക്കലും ശ്രദ്ധിച്ചേക്കരുത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ ലക്ഷ്യം സ്വാധീകരിക്കണേൽ നമ്മൾ മുന്നോട്ട് നല്ല ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അത് മാത്രമേ ഫോക്കസ് ചെയ്യാവുള്ളൂ എന്നൊക്കെ അവളോട് പറയായിരുന്നു. എത്ര ജന്മമുണ്ടെങ്കിലും ഈ ആങ്ങളയുടെ അനീതിയായിട്ട് തന്നെ ജനിക്കണമെന്നാണ് അന്നു എപ്പോഴും ആഗ്രഹിക്കാറ്. ലക്ഷ്യത്തിനൊപ്പം ചേർന്ന് നിന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ അന്നുവിൻ്റെ ചേട്ടന് വലിയ പ്രാധാന്യമുണ്ട്. ബ്രില്യൻറ്റിലെ ക്ലാസ് ടീച്ചർ കൂടിയാണ് അന്നുവിൻ്റെ ജ്യേഷ്ഠൻ. പഠനത്തിലും കലയിലും എല്ലാം ഒരുപോലെ മിടുക്കിയായിരുന്ന അന്നു തൻ്റെ അമ്മയെ സഹായിക്കുന്നതിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലും ഉത്തരവാദിത്തം കാണിക്കുന്ന ഒരു മിടുക്കിയായിരുന്നു. ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിക്കുന്നതിനേക്കാൾ അന്നുവിന് ഇഷ്ടം ഒരൊറ്റ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്നതായിരുന്നു. ഡോക്ടർ ആവണം എന്ന ഏക ലക്ഷ്യത്തിന് വേണ്ടി. നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അതിനുള്ള വഴി നമ്മൾ പോലും അറിയാതെ നമ്മളെ തേടിയെത്തുമെന്ന് പറയാറില്ലേ? അതുപോലെയായിരുന്നു അന്നുവിൻ്റെ ജീവിതത്തിലേക്ക്
ബെർലിൻ എത്തുന്നത്? എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഡോക്ടർ ആവണമെന്നുള്ള ഈ ഒരു ആഗ്രഹം ഒരു ഘട്ടത്തിൽ വെച്ച് പോലും എനിക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്നെ അനുവദിച്ചിട്ടുമില്ല എൻ്റെ പാരൻസ്. അങ്ങനെ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നത്. അപ്പം അമ്മയുടെ കൂടെ തയ്ക്കാൻ സഹായിക്കാനൊക്കെ ആയിട്ട് ഒരു ചേച്ചിയുണ്ട്, പ്രീതി എന്ന പേര്. അപ്പോൾ ആ ചേച്ചിയുടെ മകന് ബ്രില്യൻറ്റിൽ ലോങ് ടേം എൻജിനീയറിംഗ് ബാച്ചിൽ പഠിച്ചാണ്. ആൾക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടി എൻജിനീയറിങ്ങിൽ. അപ്പോൾ അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അവിടെ ബ്രില്യൻറ്റിൽ ഈ ലോങ് ടേം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതായത് +1 +2ൻ്റെ കൂടെ എൻട്രൻസ് കോച്ചിങ് തരുന്ന ഒരു ഇതുണ്ടെന്ന് അറിഞ്ഞത്. അപ്പം നീറ്റിനും കാണും എന്ന് അപ്പോൾ ഓർത്തു. അത് കഴിഞ്ഞ് 10ലെത്തിയപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അപ്പോൾ അതിന് ഇത്ര ഫീ ആണ് എന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്കത് പക്ഷേ അഫോർഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഡയറക്ടർ ജോർജ് സാറിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നൊരു ചേട്ടനുണ്ട്, കുട്ടൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആളുമായിട്ട് ബന്ധപ്പെട്ടു. ആ ചേട്ടനാണ് ഞങ്ങളെ ജോർജ് സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് തന്നത്. അപ്പോൾ ജോർജ് സാർ ഇടപെട്ട് എനിക്ക് അവിടെ ലോങ് ടേമിൽ അഡ്മിഷൻ തന്നു. അതിന് ഇതുവരെ അതായത് +1 +2ൻ്റെ അപ്പം ലോങ് ടേം എൻട്രൻസ് കോച്ചിങ് തന്നിട്ട് 1 രൂപ പോലും ഇതുവരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബ്രില്യൻറ്റ് വാങ്ങിയിട്ടില്ല. +1 +2 ബ്രില്യൻറ്റിന്റെ ലോങ് ടേം ബാച്ചിന്റെ ഭാഗമായിരുന്ന അന്നു അന്ന് മനസ്സിൽ ഉറപ്പിച്ചൊരു തീരുമാനമെടുത്തിരുന്നു. എത്ര കഷ്ടപ്പെട്ടും +1 +2വിനൊപ്പം ബ്രില്യൻറ്റിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഗവൺമെന്റ് MBBS സീറ്റ് കരസ്ഥമാക്കിയിരിക്കും. കോട്ടയം ജില്ലയിലെ വിളക്കുപാടത്തുള്ള സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അന്നുവിൻ്റെ സ്കൂൾ കാലഘട്ടം. ഏതൊരാളുടെയും ലക്ഷ്യം നേടിയെടുക്കുന്നതിന് അവരെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പാരൻസ് ആണ്. മറ്റൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന വിദ്യാലയവുമായിരിക്കും. ഇതാണ് ഞാൻ പഠിച്ച വിദ്യാലയം. ഒരു തനി നാട്ടിൻപുറത്തുകാരിയുടെ എല്ലാ ലാളിത്യവും എല്ലാ രീതികളും ഉള്ള ഒരു മിടുക്കി കൊച്ചാണ് ഞങ്ങളുടെ അന്നു. പിതാവ് മരിച്ചുപോയ കുട്ടിയാണ്, എങ്കിലും അവൾ വളരെ ഹാപ്പിയായിരുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലൊക്കെ അവളെപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് അവളെക്കുറിച്ച് അവളുടെ അക്കാഡമിക് ഒരു ഭാഗത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ കൃത്യമായി ഓർക്കുന്നത്, +1 ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുടെ സമയത്ത് ഫിസിക്സിന് കേവലം 1 മാർക്ക് മാത്രം പോയ അന്നു ആ 1 മാർക്ക് അത് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തില്ല. അപ്പോൾ ഞാൻ അവളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു, എന്താണ് കുട്ടി നീ ഇമ്പ്രൂവ് ചെയ്യാത്ത, 1 മാർക്കല്ലേ പോയുള്ളൂ, നമുക്കത് അച്ചീവ് ചെയ്യാവുന്നല്ലെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് എൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ്. അവൾ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പം തന്നെ ലക്ഷ്യമിട്ട കാര്യമാണ് MBBS എന്നുള്ളതും അത് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളതും. റിപ്പീറ്റ് ചെയ്യാതെ MBBS എടുക്കുക എന്നുള്ളത് ഹൈസ്കൂൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലേക്ക് എത്തിയപ്പോൾ അവൾ വിചാരിച്ചിരുന്നു. സെക്കൻഡ് ഇയറിൽ എല്ലാ വിഷയത്തിനും മുഴുവൻ മാർക്ക്, ഇംഗ്ലീഷ് ഉൾപ്പെടെ എല്ലാ വിഷയത്തിനും മുഴുവൻ മാർക്കും വാങ്ങിച്ച കുട്ടിയാണ്. അവിടുത്തെ എല്ലാ ഗുരുനാഥന്മാർക്കും ഏറ്റവും പ്രിയങ്കരിയായ വിദ്യാർത്ഥിനി. പങ്കെടുക്കുന്ന വേദികളിലൊക്കെ ഒന്നാമതെത്തി സമ്മാനവുമായി മടങ്ങിയെത്തുന്ന അന്നു ആന്റണി നാടിനും വീടിനുമെല്ലാം എന്നും അഭിമാനമായിരുന്നു. ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്ന മനോഹരമായ ജീവിതാനുഭവങ്ങൾ അന്നുവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും ബ്രെയിൻ ട്യൂമർ എന്ന രോഗം മൂലം മരണപ്പെട്ട സ്വന്തം അച്ഛൻ്റെ മുഖം, അച്ഛന് കൊടുത്ത വാക്ക്, ഡോക്ടറാകുമെന്ന വാക്ക് അന്നുവിൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞിട്ടില്ല. താൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ രോഗാവസ്ഥ മൂലം ഈ ഭൂമിയിൽ നിന്ന് അച്ഛൻ യാത്ര പറഞ്ഞു പോകുമെന്ന് അറിയാമായിരുന്നുവെങ്കിലും തൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് വാത്സല്യത്തോടെ ഒരുപാട് കരുതലോടെ പൊന്നുപോലെ നോക്കി പരിപാലിച്ചിരുന്ന അച്ഛൻ തനിക്ക് അറിവ് വെച്ച പ്രായം മുതൽ അല്ലെങ്കിൽ താൻ കാണുമ്പോൾ മുതൽ ഇങ്ങനെ തളർന്നു കിടക്കുന്ന കാഴ്ച ഏറെ വേദനാജനകമായിരുന്നു. ആ പിഞ്ചു മനസ്സ് അന്നു മുതൽ ചിന്തിച്ചത് അച്ഛൻ്റെ വേദനയും വിഷമവും ഒക്കെ ഒരു പരിധിവരെ മാറ്റാൻ സാധിക്കുന്ന ഒരു ഡോക്ടറാവാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്. അന്ന് അച്ഛൻ കടന്നുപോയ മാനസികാവസ്ഥ, വേദന എല്ലാം കണ്ടനുഭവിച്ച മകളായതുകൊണ്ടാവണം അന്നു ഡോക്ടറാവണമെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ
അതിനൊപ്പം എടുത്തു പറയുന്ന ഒരാഗ്രഹം കൂടിയുണ്ട്. ആ ആഗ്രഹം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്നുവിന് ആ അച്ഛൻ ആരായിരുന്നു എന്നത് ഈ കാലം അധികം വൈകാതെ കാണിച്ചു തരുമെന്ന്. ഡോക്ടർ ആവണം എന്നുള്ള എൻ്റെ ആഗ്രഹം എന്നിലുണ്ടായത് എൻ്റെ പപ്പായുടെ രോഗാവസ്ഥ കണ്ടുകൊണ്ടായിരിക്കണം. അപ്പോൾ അതുപോലെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരായ രോഗികളെ ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. പപ്പായുടെ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു പപ്പായ്ക്ക്. അപ്പോൾ അത് കണ്ട് വളർന്നുകൊണ്ടാവണം എനിക്കൊരു ന്യൂറോ സർജൻ ആവണം എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ആഗ്രഹം. ഡോക്ടർ ആവണമെന്ന ലക്ഷ്യം ഉള്ളിൽ ഒരിക്കലും കെടാത്ത തീ പോലെ ആഴ്ന്നിറങ്ങിയത് കൊണ്ടാവണം ബെർലിൻ്റെ ലോങ് ടേം ബാച്ചിൽ പഠിച്ച് +1 +2 ബോർഡ് എക്സാമിനും മികച്ച സ്കോർ വാങ്ങുവാനും നീറ്റ് നേടുവാനും എല്ലാമായി രാത്രിയും പകലും എല്ലാം ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് പഠിക്കാൻ അന്നുവിന് ഒരു മടിയുമില്ലായിരുന്നു. അന്നുവിൻ്റെ സ്വപ്നത്തിനൊപ്പം ബ്രില്യൻറ്റും ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ആഗ്രഹം ഡോക്ടർ ആവണം എന്നുള്ളതായതുകൊണ്ടും അതുപോലെ എൻ്റെ വീട്ടുകാരുടെയൊക്കെ പ്രതീക്ഷ എന്നിലായതുകൊണ്ടും ഒക്കെ എത്ര കഷ്ടപ്പെടാനും ഞാൻ റെഡിയായിരുന്നു. എത്ര രാത്രി വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും എനിക്കിരിക്കാനും ഞാൻ റെഡിയായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു. ഇടയ്ക്ക് പഠിച്ചൊക്കെ മടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ അമ്മയുടെയും എൻ്റെ ചേട്ടൻ്റെയും എൻ്റെ അപ്പൻ്റെയും ഒക്കെ മുഖമാണ്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഊർജം കിട്ടുമായിരുന്നു. വീണ്ടും പഠിക്കണം, ഫുൾ എൻ്റെ ലക്ഷ്യം നേടണം എന്നൊക്കെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ എൻ്റെ അമ്മയെ നന്നായി നോക്കണം, ഇതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. അത് വെച്ചാണ് ഞാൻ പഠിച്ചത്. ആത്മാർത്ഥമായിരുന്നു പഠിച്ച് 2024 നീറ്റ് എൻട്രൻസ് എക്സാം എഴുതാൻ ആ വിദ്യാർത്ഥിനി യാത്രയാവുകയാണ്. വീടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ വിദ്യാർത്ഥിനി നീറ്റ് 2024 വീട്ടിൽ നിന്നും യാത്രയാവുന്നത്. ഡോക്ടർ എന്ന ലക്ഷ്യത്തിൻ്റെ ആദ്യപടി നേടാൻ കൈത്താങ്ങായ ഒരുപാട് പേരുണ്ട് അന്നുവിൻ്റെ ജീവിതത്തിൽ. അന്നുവിൻ്റെ ജീവിതയാത്രയിൽ അവരെ ആരെയും അന്നുവിന് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണമെന്നുള്ളത്. ആ ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഒറ്റ സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടം പൂർത്തിയാക്കിയത്. അതിന് എന്നെ സ്വാധീനിച്ച അല്ലെങ്കിൽ എന്നെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ്, അതുപോലെ ബ്രില്യൻറ്റിലെ ടീച്ചേഴ്സ്, പിന്നെ എടുത്തു പറയേണ്ട ആളാണ് ബ്രില്യൻറ്റിലെ ഡയറക്ടർ കൂടിയായ ജോർജ് സാറിനും അവരൊക്കെ എന്നെ ഒരുപാട് ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ആളുകളാണ്. ഡയറക്ടറായ ജോർജ് സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്നൊരു ചിത്രം എന്ന് പറയുന്നത്, ഞങ്ങൾ ബ്രില്യൻറ്റിൽ ക്ലാസ് കൂടിക്കഴിഞ്ഞ് എല്ലാ ഞായറാഴ്ചയും ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പം ജോർജ് സാറ് റിസൾട്ട് വായിക്കാൻ വേണ്ടി കയറി വരും. മക്കളെന്ന് വിളിച്ചുകൊണ്ട് ഓടിക്കയറി വരും. അപ്പം ആ വിളിയിൽ ഒരു അച്ഛൻ മക്കൾക്ക് കൊടുക്കുന്ന ഒരു വാത്സല്യമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. എൻ്റെ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ഒരുപാട് സാറ് സ്വാധീനം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ഡോക്ടർ ആവണം എന്നീ ഒരു ലക്ഷ്യം അത് ഉറച്ചതാണെന്നും അതുപോലെ തന്നെ അത് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നൊക്കെയുള്ളൊരു ആത്മധൈര്യം സാറിൻ്റെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഒത്തിരി ആ വാക്കുകൾ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്, ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. ഞാൻ എന്നെ ഒരു വൈറ്റ് കോട്ടും സ്റ്റെഡും ഇട്ട് കാണാൻ ആഗ്രഹിച്ചതുപോലെ എന്നെ ഒരു വൈറ്റ് കോട്ട് ഇട്ട് കാണാൻ ആഗ്രഹിച്ച ഒരാളാണ് ജോബി സർ. എന്നെ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ഒത്തിരി സഹായിച്ചിട്ടുള്ള ആളുകളാണ് എൻ്റെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഒരാളാണ് എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ഒരു സാറാണ്. ആളുടെ പേര് ജേക്കബ് സാർ എന്നാണ്. ജേക്കബ് സാർ എനിക്ക് ബ്രില്യൻറ്റിൽ നീറ്റിന് ജോയിൻ ചെയ്തു എന്നൊക്കെ അറിഞ്ഞപ്പോൾ കണ്ടറിഞ്ഞ് എനിക്ക് ഒരുപാട് ഗൈഡും ബുക്കുകളും അങ്ങനെയൊക്കെ തന്ന് സഹായിച്ച ആളാണ്. സാറിനോട് ഒത്തിരി നന്ദി ഈ അവസരത്തിൽ. നമ്മളെന്നും ഓർത്തിരിക്കുന്ന കുട്ടികളിൽ ഒരാളാണ് അന്നു ആൻ്റണി. ഇത്തിരി കഷ്ടപ്പാടാണ്, കുറച്ച് കൂടുതൽ വർഷങ്ങൾ നമ്മൾ പഠിച്ചാലേ നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും ആ കഷ്ടപ്പാടൊക്കെ ഏറ്റെടുത്ത് നല്ലൊരു മെഡിക്കൽ ഫീൽഡിലേക്ക് തന്നെ തിരഞ്ഞെടുത്ത അന്നു ആൻ്റണിക്ക് എൻ്റെ ഒരു ബയോളജി ടീച്ചർ എന്ന പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ജീവിത വിജയം നേടുന്നു. ജീവിതത്തിൽ എത്ര കഷ്ടപ്പാട് സഹിച്ചും വിജയിക്കും എന്ന ഉറച്ച ദീർഘവീക്ഷണമുള്ള ഒരാളാണ് അന്നു ആൻ്റണി എന്ന ഞങ്ങളുടെ വിദ്യാർത്ഥിനി. ഓരോ ദിവസവും ഡോക്ടർ ആവണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ആ വിദ്യാർത്ഥിനി ഇന്നോളം മുന്നോട്ട് പോയത്. ഒരാളെ മറ്റൊരാളായി മാറ്റാൻ കഴിവുള്ള 2 കാര്യങ്ങളുണ്ട്. 1 സാഹചര്യം, 2 അനുഭവം. ബ്രെയിൻ ട്യൂമർ മൂലം അച്ഛൻ തളർന്നുപോയ സാഹചര്യത്തെ നെഞ്ചിലേറ്റി ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളെ ചേർത്ത് പിടിച്ച് അന്നു ആൻ്റണി എന്ന 2ാം ക്ലാസ്സുകാരി അന്ന് കണ്ട സ്വപ്നത്തെ റിപ്പീറ്റ് പോലും ചെയ്യാതെ ഇന്ന് നേടിയെടുത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആഗ്രഹം എത്രത്തോളം തീവ്രമാണെന്നുള്ളതാണ്. അച്ഛൻ്റെ രോഗം ബ്രെയിൻ ട്യൂമർ ആണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആ രോഗത്തിന് ചികിത്സ ലഭിക്കാൻ ഏത് വിഭാഗത്തിലുള്ള ഡോക്ടർക്കാണ് സാധിക്കുക എന്ന 2ാം ക്ലാസ്സുകാരിയുടെ അന്നത്തെ ചോദ്യത്തിന്
ന്യൂറോ സർജൻ എന്ന ഉത്തരം ലഭിച്ചപ്പോൾ അന്ന് അന്നു ആൻ്റണി എന്ന ഞങ്ങളുടെ വിദ്യാർത്ഥിനി മനസ്സിൽ ഉറപ്പിച്ചതാണ് ഭാവിയിൽ ഒരു ന്യൂറോ സർജനായി മാറാൻ സാധിക്കും വിധം താൻ തൻ്റെ MBBS യാത്ര തുടങ്ങുമെന്ന്, ഒരുപാട് രോഗികൾക്ക് തണലാവുമെന്ന്. എൻ്റെ പപ്പായ്ക്ക് ഞാൻ കൊടുത്ത വാക്ക്, 2ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ കണ്ട സ്വപ്നം, അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്ന ഈ അവസരത്തിൽ ഇതെല്ലാം എൻ്റെ അപ്പൻ എവിടെയെല്ലാം ഇരുന്ന് കാണുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഈ വരുന്ന ഒക്ടോബർ 14-ാം തീയതി ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എൻ്റെ MBBS പഠനം ഞാൻ ആരംഭിക്കുകയാണ്. ആഗ്രഹങ്ങളെക്കാൾ ഉപരി തീരുമാനങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മുടെ വിധിയെ എപ്പോഴും നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ നിങ്ങൾ നല്ലൊരു ഭാവി നേടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം വളർത്തിയതും ഇപ്പോൾ ബ്രില്യൻറ്റിലേക്ക് അയച്ചിരിക്കുന്നതും. അവരുടെ ആഗ്രഹം നേടിക്കൊടുത്ത് നല്ലൊരു ഭാവി നേടിയെടുക്കുക എന്നത് നമ്മുടെ കൂടി കടമയാണ്. 2025 നീറ്റിൽ ഉയർന്നൊരു സ്കോർ കരസ്ഥമാക്കിയ നിങ്ങളെക്കുറിച്ച് ഏറെ അഭിമാനത്തോടെ മറ്റുള്ളവരോട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പറയാൻ പറ്റണം, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇപ്പോൾ ഒരു MBBS വിദ്യാർത്ഥിയാണ്. നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തെ സ്നേഹിക്കുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കുക.